ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഗസ്. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ മൊത്തവും മൈൻക്രാഫ്റ്റ് കണ്ടൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളും ആയിരിക്കും. ഗൈസ്, നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എൻജോയ് ദ വീഡിയോ. ബൈ. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഗൈസ്. നമ്മൾ പറഞ്ഞായിരുന്നു ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റ് കണ്ടൻസ് ഇടുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. നമുക്ക് നേരെ വീഡിയോ ആയിട്ട് കിടക്കാം. നമ്മുടെ ഗോൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കണം, ഫുൾ അയൺ ആർമർ ആവണം, ഒരു ചെറിയ ബേസ് സെറ്റ് ആവണം. ഇത്ര തന്നെ ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് നേരെ നമുക്ക് വെള്ളമൊക്കെ കാണുന്നുണ്ട്. അവിടെ പ്ലെയിൻസ് ആണ് തോന്നുന്നത്. അവിടെ അധികം പ്ലെയിൻസ് ഒക്കെ തോന്നും. നമുക്ക് അങ്ങോട്ട് പോകുന്നു. വെള്ളത്തിന്റെ സൈഡിൽ നിന്ന് പോയാൽ ഉറപ്പായി വില്ലേജ് കിട്ടും. അപ്പുറത്തെ കാര്യം ഇപ്പുറത്തെ രണ്ടും ചോദിച്ചു. ഞാൻ പറയാം വെള്ളത്തിന്റെ സൈഡിൽ നിന്ന് വില്ലേജ് ആണെന്ന്. അവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാകും. നമുക്ക് നോക്കാം. പിന്നെ വില്ലേജ് ഞാൻ കാട്ടാണ്. ഞാൻ ഭയങ്കര വില്ലേജ് നമുക്ക് വില്ലേജ് ഉണ്ടാക്കി നമുക്ക് ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാകും. ഓ, അങ്ങനെ നമുക്ക് വേണ്ടി ഞാൻ വരാം. പേടിക്കണ്ട വേറെ ആവശ്യമില്ല. അവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. സെറ്റ് ഇല്ലല്ലോ. കേറാം. എന്തെങ്കിലും ഡയമണ്ട് കാണേ. ഡയമണ്ട് ഇല്ല. ഓ ഗൈസ്, വളരെ ആർമറായി. ആദ്യം കൂടെ മതി. ഓ, ഹെൽമെറ്റ് ഉണ്ടാകുന്ന ഇതുണ്ട്. പിന്നെ ചെസ്റ്റ് പ്ലേറ്റ് ആയാൽ മതി. നമുക്ക് ബ്രെഡ് ഒക്കെ എടുക്കാം. സാപ്ലിങ്സ് ഒന്നും വേണ്ട. പാൻ ഇടാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ മരം പോയി വെട്ടിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എല്ലാവരെയും അടിച്ച് ഞാൻ വിചാരിച്ചത് കേവായിരിക്കും. അതായത് നമുക്ക് അവിടെ തന്നെ നോക്കി തന്നെ മൈൻഡ് നോക്കാം. ഈ രണ്ട് ബ്ലോക്ക് വെച്ച് രണ്ട് ബ്ലോക്ക് ഞാൻ കണ്ണടയ്ക്കാൻ നിങ്ങൾ പറയുക. കണ്ണുറക്കിയത്. ഓ ഗൈസ്, കിട്ടിയ സാധനം തന്നെ വീണ്ടും കിട്ടി. പൊട്ടിപ്പോയാലെടുക്കാറില്ല. ഓ ഗൈസ്, ചെസ്റ്റ് പ്ലേറ്റ് ആവാനുള്ള ഇതുണ്ട് ഗൈസ്. ഇപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ഗോള് കംപ്ലീറ്റ് ആയില്ല. ആവും. 2 സോഡ്. ഞാൻ സോഡിന്റെ കാര്യം പറഞ്ഞത് പോലും ഇല്ല. എടുക്കാം. എടുത്തിട്ടുണ്ട്. എടുക്കാം. അപ്പൊ ഇനിയിപ്പോ ഞാൻ നോക്കുന്ന കാര്യം തന്നെ കഴിക്കാണോ ഗൈസ്. ഇപ്പൊ മൈൻക്രാഫ്റ്റിൽ അപ്ഡേറ്റിലൊക്കെ ഭയങ്കര ഹങ്കർ പെട്ടെന്ന് ഇതാവും. നേരെ ഇനി മരം വെട്ടാൻ പോകാം. വേറെ ഒന്നും നോക്കുമ്പോ ഈ സൈഡിലോട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മരം നോക്കിയെടുക്കാം. നമുക്ക് നമുക്ക് ഈ മരം മൊത്തം ഇതിന് ക്രാഫ്റ്റിംഗ് ഉണ്ടാക്കണം. നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ഗോൾ കഴിഞ്ഞിട്ട് അടുത്തത് ഒരു ഷെൽട്ടർ ഉണ്ടാക്കണം. ഗൈസ്, 2 ഗോൾ കഴിഞ്ഞ് ഗൈസ്. ഞാൻ മറന്നു. വില്ലേജ് കണ്ടുപിടിച്ച് പിന്നെ നമ്മളെ ഷെൽട്ടർ കണ്ടുപിടിക്കണം. അതാണ് ഇനി ലാസ്റ്റത്തെ ഗോള്. ഷെൽട്ടറിന് പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ ഉണ്ടാക്കുക. അതാ ഇനിയിപ്പോ അപ്പുറത്തെ പ്ലേസിൽ തന്നെ പോയി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ തന്നെ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഇത്ര മതി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ സെക്കൻഡ് ഗോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ലെഗിൻസും ബൂട്ട്സും ഉണ്ട്, ഒരു ഹെൽമെറ്റ്. ഗൈസ്, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാനില്ല.
ഗൈസ് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാനുള്ള അയണില്ല. അയൺ ഗോലം ഉണ്ട് ഗൈസ്, അയൺ ഗോലം ഉണ്ട്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു അയൺ ഗോലത്തിന് ഒന്നും ചെയ്യില്ലെന്ന്. എനിക്ക് പേടിയാണ് ഈ അയൺ പോലെ. കാരണം എനിക്ക് ചിലപ്പോഴത്തേക്കും ഏതെങ്കിലും ബാക്കി നേരം ബ്ലോക്ക് ബ്ലോക്ക് അയക്കോന്ന് വെച്ചാൽ പോലെ അതുപോലെ പറയാൻ വീട്ടിൽ പിന്നെ എവിടെ എവിടെയാണ് അയൺ ഗോലത്തിന് നൈറ്റാണ്. നമുക്ക് ഉറങ്ങിയിട്ട് വന്നിട്ട് അടിച്ചു അതുപോലെ അത് സമ്മതിക്കാത്തത് നമ്മളെ കിട്ടുമില്ല. എന്റെ വില്ലേജിൽ വന്നിട്ട് നീ കിടക്കണം. നീയാണ് എന്നെ വിളിച്ചെടുത്തത്. ലേറ്റസ്റ്റ് എഡിഷനാണ് നമ്മളിപ്പോ കളിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇനി മൈൻക്രാഫ്റ്റ് ഡൗൺലോഡ് ആക്കണമെന്നൊക്കെ കമന്റ് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ കമന്റ് ഇതിനൊരു 30 മുകളിലോട്ട് ലൈക്ക് കിട്ടിയാൽ നമ്മള് ഉറപ്പായി ഇരുന്നതാണ്. കാലിലൂട്ടറല്ലേ അതിന് പോയാൽ മതി. ഓ ഞാൻ പറഞ്ഞില്ല നാട്ടിലുണ്ട്. നീ വില്ലേജിന് സേവ് ചെയ്യണോ നിൽക്കുന്ന കാട്ടിലുണ്ട്. അത് കയ്യില് ബ്ലോക്ക് വയ്ക്കാം. കാരണം ഇത് എങ്ങോട്ട് പോകണം? കണ്ടപ്പോ കണ്ണം വഴിയോ? കണ്ണം പോയി കണ്ണം. ഓടാ ഓടാ അയ്യോ ഓടാ എന്താ കുഞ്ഞാ അതിന്റെ ഫസ്റ്റത്തെ സോഡിന്റെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു. അതുമായി പറ പറയുന്നു. ഓക്കെ ഇപ്പൊ ആയി തോന്നുന്നു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി ഇൻവെന്ററി തുറന്നിട്ട് നമുക്ക് ഞാൻ വിചാരിച്ചു അവിടെ വെച്ചിട്ടുണ്ടാകും. ഓ ഗൈസ് നമുക്ക് വീണ്ടും ഉണ്ടാക്കണം. അതായത് നമ്മൾ ആകെ ഗോളൊക്കെ സാധ്യത ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണം. ഷെൽട്ടർ കണ്ടുപിടിക്കണമെന്നല്ല, ഷെൽട്ടർ ഉണ്ടാക്കാനുള്ള സ്ഥലം ഇത് ചെയ്യണം. അപ്പൊ അതൊക്കെ തന്നെ പണി. ഇന്നത്തെ ഗോൾ എത്രയേ കാണുള്ളൂ ഗൈസ്. നാളെ നമുക്ക് ഷെൽട്ടർ സെറ്റ് ചെയ്യാൻ പണിയാക്കാൻ നമുക്ക് ഇതും കൂടെ എടുത്ത് ചെയ്തിട്ട് ഇനി അയൺ ബാക്കിയില്ല. കുഴപ്പമില്ല ഇത്രയും മതി. അപ്പോൾ ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. ഫുൾ അയൺ ഗോഡ് സീൽഡ് ഗൈസ്, ഗോഡ് സീൽഡ് സാധനങ്ങൾ 2 ബ്ലാക്ക് സ്മിത്ത്. അതിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി അയൺ ഗോലം ഡ്രോപ്പ് ചെയ്തായിരുന്നു. ഇനി ബേസ് കണ്ടുപിടിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ബേസ് കണ്ടുപിടിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക. പശുവൊക്കെ നിൽക്കുന്ന കേസ് നമ്മൾ പറയാവുന്നത് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 50 ഈ സ്ഥലം കിടിലായിട്ടുണ്ട്. ഈ സ്ഥലത്ത് നമുക്ക് ബേസ് സെറ്റ് ചെയ്യാം. വില്ലേജിന്റെ അടുത്ത് തന്നെ പക്ഷേ ഇതൊക്കെ ഗായ്സ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഒരു കിടിലം കൊച്ച് ബേസ് ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ സൈനിങ് ഔട്ട്, ബൈ.